ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിയെന്ന കുറ്റം ചുമത്തപ്പെട്ട കോടീശ്വരന് പെൺകുട്ടികളെ കടത്തിയത് സെലിബ്രിറ്റികൾക്കും ഉന്നത രാഷ്ട്രീയക്കാർക്കും വേണ്ടിയാണ്. മരണത്തിന് 2 ദിവസം മുമ്പ് ഒപ്പിട്ട വിൽപത്രം അനുസരിച്ച് എപ്സ്റ്റീന് $57 കോടി ആസ്തിയുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ച കേസിൽ 2008 കുറ്റസമ്മതം നടത്തി. 2008 ആദ്യമായി 18 മാസത്തെ തടവിന് വിധിച്ചു. 13 മാസം ജയിലിൽ കഴിഞ്ഞു. 2019 സമാനമായ കേസിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2019 ഓഗസ്റ്റ് 10 എപ്സ്റ്റീനെ സെല്ലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജീവനൊടുക്കിയതാണ് എന്നാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് പ്രിസൺസിന്റെ റിപ്പോർട്ട് വന്നത്. എന്താണ് ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് നോക്കാം. ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ അടങ്ങിയ ഡോക്യുമെന്റാണ് എപ്സ്റ്റീൻ ഫയൽസ്. ഫയലിലെ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ, കോൺടാക്ട് ലിസ്റ്റുകൾ, കോൾ റെക്കോർഡുകൾ തുടങ്ങിയവയെല്ലാം ഉണ്ട്. ചാറ്റുകളുണ്ട്, വീഡിയോകളുണ്ട്, എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടവരുടെ പേരുകളുണ്ട്. എപ്സ്റ്റീൻ ഫയൽസിൽ 2025 ഡിസംബർ 19 ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് രേഖകളാണ് US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടത്. മുൻപ് പുറത്തുവിടാതെ മാറ്റിവെച്ചിരുന്ന കൂടുതൽ രേഖകൾ ജനുവരി 30 പുറത്തുവിട്ടു. ഒടുവിൽ പുറത്തുവിട്ടത് 3 ദശലക്ഷത്തോളം പേജുകളാണ്. 2000 വീഡിയോകളും 1,80,000 ചിത്രങ്ങളും ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പീഡോഫൈലായ അമിത ലൈംഗികാസക്തിയുള്ള ഉന്നതരെയെല്ലാം ജെഫ്രി എപ്സ്റ്റീൻ ലക്ഷ്യമിട്ടിരുന്നു. പ്രായം തികയാത്ത പെൺകുട്ടികളെ ഉന്നതർ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കുന്നത് രഹസ്യമായി റെക്കോർഡ് ചെയ്ത് വിലപേശി എന്നാണ് ആരോപണം. ഡൊണാൾഡ് ട്രംപ്, ഇലോൺ മസ്ക്, മൈക്കൽ ജാക്സൺ, അലക് ബോൾഡ്വിൻ തുടങ്ങി സെലിബ്രിറ്റികളുടെ നീണ്ട നിര, ചലച്ചിത്ര നിർമ്മാതാവ് ഹാർവി വെയ്സ്നൻ, ആൻഡ്രൂ രാജകുമാരൻ തുടങ്ങിയവരെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവസാനം വന്ന രേഖകളിൽ ബിൽഗേറ്റ്സിന്റെ പേരും ഉണ്ട്. ഫയലിൽ പേര് വന്ന നോർവേയിലെ മുൻ പ്രധാനമന്ത്രി തോർബ് ജോണിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നോർവേ പോലീസ് എന്നതുകൂടിയാണ് വിവരം. ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട രേഖകളിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും ഉൾപ്പെട്ടിരുന്നു. എപ്സ്റ്റീൻ അയച്ച മെയിലിൽ മോദിയുടെ പേരും പരാമർശിച്ചിട്ടുണ്ട്. തന്റെ ഉപദേശം സ്വീകരിച്ച ട്രംപിന് വേണ്ടി മോദി 2017 ഇസ്രായേൽ സന്ദർശിച്ചതായാണ് എപ്സ്റ്റീന്റെ മെയിലിൽ സന്ദേശമുള്ളത്. 2019 മെയ് 19 ട്രംപിന്റെ മുൻ സ്ട്രാറ്റജിസ്റ്റ് സ്റ്റീവ് ബാനന് എപ്സ്റ്റീൻ അയച്ച സന്ദേശത്തിലും മോദിയുടെ പേരുണ്ട്. അനിൽ അംബാനിയും എപ്സ്റ്റീനും നിരന്തരം ആശയവിനിമയം നടത്തി എന്നും ഈ ഫയലിലുണ്ട്. വ്യാഴാഴ്ച എന്നെ കാണാൻ മോദി ഒരാളെ അയക്കുന്നു എന്നാണ് സന്ദേശം. 2019 മെയ് 23 ന്യൂയോർക്കിൽ എപ്സ്റ്റീൻ അനിൽ അംബാനി കൂടിക്കാഴ്ച നടന്നതായും വ്യക്തമാണ്. എപ്സ്റ്റീൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന വിവരമുണ്ട്. ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി യഹൂദ് ബാരക്കുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. എപ്സ്റ്റീന്റെ ന്യൂയോർക്കിലെ വീട്ടിൽ യഹൂദ് ബാരക്ക് മുഖം മറച്ച് കയറിപ്പോകുന്ന ചിത്രം പുറത്തു വന്നിരുന്നു. ഏത് രാജ്യവും എടുക്കുന്ന തീരുമാനം ഇസ്രായേലിന് അനുകൂലമാക്കി തീർക്കുക എന്നതായിരുന്നു പ്രാഥമിക ഉദ്ദേശം എന്നുമാണ് റിപ്പോർട്ട്. മെച്ചപ്പെട്ട ഭാവി തേടിയിറങ്ങുന്ന നിസ്സഹായരായ പെൺകുട്ടികളെ തന്റെ ദ്വീപിലെത്തിച്ച് വിസ വാഗ്ദാനം ചെയ്ത് ചതിയിൽ വീഴ്ത്തി എപ്സ്റ്റീൻ എന്നാണ് വിവരം. മസാജ് എന്ന് വിശ്വസിപ്പിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കി. ഇങ്ങനെ ഈ പെൺകുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇരകളുടെ മൊഴി പ്രകാരം പ്രമുഖർക്ക് ലൈംഗിക ബന്ധത്തിനായി പെൺകുട്ടികളെ കൈമാറുന്ന കേന്ദ്രമായി എപ്സ്റ്റീന്റെ ദ്വീപ് മാറി എന്നൊക്കെയാണ് ഇതിന്റെ വിവരം. വിശദമായ ഡേറ്റാ കാർഡായിരുന്നു. ഒരുമാതിരി വിവരങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഇതിലൊരു ഞെട്ടിക്കുന്ന ഒരു വിവരം, അത് ഇതിൽ ഉൾപ്പെട്ട പല പേരുകളും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പേരുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കണക്കാണ് എന്നുള്ള ഒരു തോന്നൽ ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ, അത് മൊത്തം ഈ കാലത്ത് ഈ മനുഷ്യരാശിക്ക് മൊത്തത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാക്കി തീർക്കാൻ തക്കവണ്ണമുള്ള ഒരു നീക്കം നടന്നിട്ടുണ്ടോ, അതുപോലും ആസൂത്രിതമാണോ എന്നുള്ള ചർച്ച പോലും ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം അത്രയധികം പേരുകൾ ഇതിൽ ഉൾപ്പെടുന്നു, അത്രയധികം മെയിലുകൾ. ഇതിനൊക്കെ ഇയാൾക്ക് എവിടെ നിന്ന് നടത്താൻ സമയം കിട്ടിയെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അത്രയധികം മെയിലുകളും ഫോട്ടോഗ്രാഫുകളും. അതേസമയം ഇയാൾ എന്തെല്ലാം മേഖലകളിലാണ് പെടുന്നത് എന്ന് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്രയധികം മേഖലകളിൽ അയാൾ കൈവച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഒരു വിചിത്രമായ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള സംശയം കൂടി തോന്നുന്നത്. എന്താണ് സേതുവിന് തോന്നുന്നത്? സമയപരിമിതി മൂലം പെട്ടെന്ന് പറയാം. ഇപ്പം ഈ അമേരിക്കയിലെ ശതകോടീശ്വരനായിട്ട് വളർന്ന് കൊടും കുറ്റവാളിയായി മൺമറഞ്ഞ ജെഫ്രി എപ്സ്റ്റീൻ
എഫ്സ്റ്റീന്റെ ഫയലുകളൊക്കെ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ ഹർഷൻ പറയുന്ന പോലെ തന്നെ ഒരു ഞെട്ടലോട് കൂടി ആണ് അത് കേൾക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയുന്ന പോലെ ട്രംപിന്റെ എത്രയോ സ്ഥലങ്ങളിൽ ട്രംപിന്റെ പേര്, മൈക്കൽ ജാക്സന്റെ പേര്, ആൻഡ്രൂ രാജകുമാറിന്റെ പേര്, ഏറ്റവും ഒടുവിൽ സുഹ്രാൻ മംദാനിയുടെ അമ്മ മീര നായരുടെ പേര്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര്, ഇങ്ങനെ തുടങ്ങി ഈ ബിൽ ഗേറ്റ്സിന്റെ പേര്, നമുക്കറിയാവുന്ന നോം ചോംസിന്റെ പേര്, നമുക്കറിയാവുന്ന ഏറെക്കുറെ എല്ലാവരുടെയും പേരുകൾ ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലിലുണ്ട്. ലക്ഷക്കണക്കിന് പേജുകൾ ഫയലിലുണ്ട്. 2000-ൽ പരം വീഡിയോഗ്രാഫുകൾ ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തിപ്പം ജെഫ്രി എപ്സ്റ്റീൻ ഫയലിലൊക്കെ ഇടം പിടിക്കാന്ന് വെച്ചാൽ ഒട്ടും നല്ല കാര്യമൊന്നുമല്ല. കാരണം ഈ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ലൈംഗിക കുറ്റവാളിയാണ് അയാൾ. 2008-ൽ അറസ്റ്റിലാകുന്നല്ലേ, 2008-ൽ അറസ്റ്റിലാകുന്നത്. ഈ പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2008-ൽ അറസ്റ്റിലാകുന്നു. പിന്നീട് അയാൾ ദുരൂഹ സാഹചര്യത്തിൽ സെല്ലിൽ വെച്ച് മരിക്കാനുണ്ടായത്. ഇയാളുടെ ഒരു സ്വകാര്യ ദ്വീപിലേക്ക് സന്ദർശനം നടത്തിയവരിലൊക്കെയും ഈ ലോകത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള, അതും ചില്ലറക്കാരൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉന്നത പ്രൊഫൈലുള്ള ആളുകളൊക്കെയും അവിടേക്ക് വന്നു പോയി എന്നുള്ളതാണ്. പക്ഷേ ഈ ഫയലിലെ ആധികാരികത സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകളും കാര്യങ്ങളൊക്കെ ഈ പറയുന്നതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതൊരു ആധികാരിക ഒരു രേഖയാണ്. ഇതിനെ സാധൂകരിക്കുന്ന മെയിലുകളുണ്ട്, സംഭാഷണങ്ങളുണ്ട്, ദൃശ്യങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ 2000-ലധികം ദൃശ്യങ്ങൾ ഈ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ സുഹ്രാൻ മംദാനിയുടെ അമ്മ മീര നായരൊക്കെ ബന്ധപ്പെട്ട് പരാമർശങ്ങൾ വന്നു പോയിട്ടേ ഉള്ളൂ. അതിലൊന്നും ഒരു വിശദീകരണവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയ കാര്യത്തിലാണെങ്കിലും അതിനെ ഇസ്രായേൽ സന്ദർശനം നടത്തിയെന്ന കാര്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നുണ്ട് എങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ പുച്ഛിച്ചു തള്ളുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഇറ്റ് വർക്ക്സ് എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. ആ മെയിലിൽ അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊരു കാര്യം, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ ആദ്യമായി ഇസ്രായേൽ സന്ദർശിക്കുന്നു എന്നത് ഇസ്രായേലുമായി ആ നിലയ്ക്കുള്ള ഒരു സഹകരണം അതുവരെ ഇല്ലാത്തത് രൂപപ്പെടുന്നു എന്നുള്ളത് അതിന്റെ ഡേറ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് ജൂൺ 25, 26, 27 തീയതികളിലാണ് 2017-ൽ ട്രംപിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്നത്. അത് അമേരിക്കയിലാണ് കാണുന്നത്. അതുപോലെ ജൂലൈ 4, 5, 6 തീയതികളിലാണ് ഇസ്രയേലിൽ പ്രധാനമന്ത്രി പോകുന്നത്. അതേസമയം ഇത് വരുന്നത് അതിന് തൊട്ട് പിന്നാലെ, അതായത് ജൂലൈ 9-നാണ് ഇയാളുടെ മെയിൽ പോകുന്നത്. അതായത് ജൂലൈ 9-നുള്ള മെയിലിൽ ആ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് അതിനകത്തുള്ളത്. ഇപ്പോൾ എല്ലാ മെയിലുകളിലും ഇവരുടെ ചില പ്രയോഗങ്ങളും കോഡുകളും ഒക്കെയാണ് മൊത്തത്തിലുള്ളത് എന്നുള്ളതുകൊണ്ട് അതായത് ഇത്രയും അധികം ആളുകളെ കുറിച്ചുള്ള പേര് വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിരിക്കുന്നു. ഇയാൾ ഒരു മനോരോഗിയെ പോലെ വൈകൃതമുള്ള ഒരു വലിയ കുറ്റവാളിയാണ്, അയാൾക്ക് തോന്നുന്നത് എഴുതി വെച്ചതാകണ് എന്നാണ് നമ്മുടെ സർക്കാർ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നത്. പക്ഷേ ഈ ഡേറ്റുകളെല്ലാം ചേർന്ന് വരുന്ന ഡേറ്റുകളാണ്. അതിൽ വ്യക്തമായ വിശദീകരണം തീർച്ചയായും വേണ്ടതുണ്ട്. പലരും ഇപ്പോൾ ബിൽഗേറ്റ്സ് അയാളും ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളെയും ഞാൻ വെറുക്കുന്നു, അതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു എന്ന് ബിൽഗേറ്റ്സ് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പവർ ബ്രോക്കറെ പോലെയോ അല്ലെങ്കിൽ ഒരു ഫണ്ടറെ പോലെയോ ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണല്ലോ. മാത്രമല്ല ഇവിടെ ഈ ദ്വീപിൽ വലിയ പാർട്ടികളൊക്കെ നടത്തുന്നു. അപ്പോൾ ഇതെന്താണെന്നോ ഇയാളുടെ ഉദ്ദേശലക്ഷ്യം എന്താണെന്നോ ഒന്നും അറിയാതെ പോയിട്ടുള്ളവരും അവിടെ ഉണ്ടാവാം, പലരും ഉണ്ടാവാമല്ലോ. ഇപ്പോൾ അങ്ങനെയും നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരെയും ഇയാളുടെ വലയിലൂടെ ഇയാൾക്ക് കൃത്യമായി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഈ മൊത്തം ടീമും, ഞാനൊരു വലിയ സ്വാധീനശേഷിയുള്ള ആളാണെന്ന് അയാൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ കാര്യം, ഇനി ഇതിന്മേൽ വലിയ അന്വേഷണമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ വെച്ചാൽ ഒരു അന്വേഷണത്തിലേക്കും കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ്. ഇതിനപ്പുറത്ത് വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ തന്നെ സ്റ്റെം സെല്ലൊക്കെ എഡിറ്റ് ചെയ്ത് ഇയാളുടെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും പരിപാടികളും ഒക്കെ നടത്തിയിരുന്നു എന്നുള്ളത്. അതുപോലെ ഈ യുക്രൈനെ ഇയാളുടെ ഈ യൂജനിക്സിന്റെ ഒക്കെ പരീക്ഷണങ്ങൾക്കുള്ള കേന്ദ്രമാക്കി മാറ്റി ക്ലോണിങ്ങിലൂടെ ഈ ഡിസൈനർ ബേബികളെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ഇതിനെല്ലാം ഉള്ള ഒരു കേന്ദ്രമായിട്ട് യുക്രൈനെ അയാൾ ഈ അവസാന ഘട്ടത്തിലും പ്രയോജനപ്പെടുത്തി. ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടായി യുക്രൈനെ പ്രയോജനപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഞാൻ പറയുന്നത് മനുഷ്യന് ഈ സിസ്റ്റത്തോടുള്ള, ഈ സംവിധാനത്തോടുള്ള, മനുഷ്യനോടുള്ള വിശ്വാസമൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇതിൽ വ്യക്തമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഏറെ സങ്കടപ്പെടുത്തുന്നത്. എപ്സ്റ്റീൻ ഫയൽസിലൂടെ പുറത്തു വന്നത് പീഡോഫൈലുകളായ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരും സമ്പന്നരും അടക്കമുള്ളവരുടെ ക്രൂര ലൈംഗിക ചെയ്തികളാണ്. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുറത്തു വരുന്ന ചിത്രങ്ങളും ഏതൊരു മനുഷ്യനെയും അങ്ങേയറ്റം അസ്വസ്ഥതപ്പെടുത്തുന്നുമുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളുടെയും മറ്റും ചിത്രങ്ങളും അവർ ക്രൂരപീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്ന വിവരങ്ങളും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്.
ക്രൂര ലൈംഗിക വിനോദങ്ങളും അതുവഴിയുള്ള രാഷ്ട്രീയ സ്വാധീനങ്ങളുമാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന കൊടും കുറ്റവാളി ഇക്കാലം അത്രയും പയറ്റിയത്. ഒരു വശത്ത് പീഡോഫൈലുകളായ ഉന്നതർക്ക് വേണ്ടതെല്ലാം നൽകി. അതിലൂടെ രാഷ്ട്രീയ ഇടനാഴിയിൽ പൊളിറ്റിക്കൽ സയനിസത്തെ പ്രതിഷ്ഠിക്കുകയാണ് ജെഫ്രി എപ്സ്റ്റീൻ ചെയ്തിരിക്കുന്നത്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അധികാര ഗൂഢാലോചനയുടെയും ലൈംഗിക ക്രൂരതയുടെയും നേർചിത്രമാണ് പുറത്തു വന്നത് എന്ന് ചുരുക്കം. RDX ഇവിടെ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.